ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഏജിലേക്ക് എത്തി. ടീനേജ് പ്രായത്തിൽ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു 16-17 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ കൂട്ടുകാരൊപ്പം വർത്തമാനം പറഞ്ഞ് നിൽക്കൽ ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അത് നമുക്ക് ഇച്ചിരി ആകാൻ കൂടുതലാണ്. അതായത് പകൽ സമയത്ത് വർത്തമാനം പറഞ്ഞാലും തീരൂല. സന്ധ്യ ആയാലും നമുക്ക് പിന്നെ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് 10 മണിയാകുമ്പോൾ വീട്ടിലേക്ക് കയറുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ വൈകിട്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് 6 മണിക്ക് പാർക്കിൽ കൂടാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു. ഞാൻ ഉമ്മച്ചിയുടെ പറഞ്ഞു, ഉമ്മച്ചി ഇങ്ങനെ പോകുന്നുണ്ട്, പാർക്കിൽ പോകണം, അപ്പോൾ എല്ലാവരും കൂടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോകണോട്ടോ, ഞാൻ പോയിക്കോട്ടെ എന്ന് വെച്ച്. എനിക്കറിയില്ല, ഉപ്പച്ചിയെടുത്ത് ചോദിക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പച്ചിയെടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, ഉപ്പച്ചി ഞാനിങ്ങനെ ഫ്രണ്ട്സൊക്കെ ചെല്ലാൻ പറയാറുണ്ട്, ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പോയിക്കോട്ടെ, പോയിട്ട് വരട്ടെ എന്ന് വെച്ച്. ഉപ്പച്ചി പറഞ്ഞു ഓക്കെ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോയി. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പോയി. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഉപ്പച്ചി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉപ്പച്ചി ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു പാർക്കിൽ, എന്തൊക്കെ ചെയ്തത് നിങ്ങൾ, എന്താന്നൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ ഭയങ്കര സംഭവത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉപ്പച്ചി എന്നോട് പറഞ്ഞു, ലോകത്ത് വിജയിച്ച ആളുകൾ, അതായത് ജീവിതത്തിൽ ക്വാളിറ്റി ലൈഫ് കൊണ്ടുപോയ ആൾക്കാരും ക്വാളിറ്റി ഇല്ലാത്ത ലൈഫ് കൊണ്ടുപോകാത്ത ആൾക്കാരും ഉണ്ട്. ഈ ക്വാളിറ്റി ലൈഫ് ഇല്ലാതെ കൊണ്ടുപോയി, അതല്ലെങ്കിൽ മോശം സ്വഭാവം ആളുകൾ അധികവും പഠിച്ചിട്ടുള്ളത് രാത്രിയിലാണ്. ഭയങ്കര മെസ്സേജാണ്. അതായത് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലും. അതെ, അതായത് രാത്രിയുടെ പ്രത്യേകം ചെന്നെങ്കിൽ നമുക്ക് ചുറ്റും ആരും ഉണ്ടാവില്ല. നമ്മുടെ പാരൻസ് ഉണ്ടാവില്ല, നമ്മുടെ നാട്ടുകാരുണ്ടാവില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരാരും ഉണ്ടാവും. ഓൺലി കൂട്ടുകാരും നമ്മുടെ ഒരു പേഴ്സണൽ ലോകം ഉണ്ടാവുള്ളൂ. അപ്പോൾ സിഗരറ്റ് വലിക്കൽ, മദ്യപാനം, മോശമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ പോകുന്നത് രാത്രിയിൽ നമ്മുടെ കൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ, എന്നിട്ട് പാപ്പ പറഞ്ഞത് പറ്റുമെങ്കിൽ രാത്രി പുറത്ത് പോക്കലൊക്കെ ഒഴിവാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഒരു വാപ്പ 16 വയസ്സുള്ള പയ്യനോട് പറ്റുമെങ്കിൽ എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. കൊള്ളാനൊരു കാരണം കൂടിയുണ്ട്. നമ്മളന്നാ കൂടിയപ്പോൾ 2 ഫ്രണ്ട്സ് വാടാ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് വന്നു. അപ്പോൾ വേറൊരുത്തൻ വാടാ എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ പോയിട്ട് പഫ് എടുത്തിട്ട് വന്നു. അപ്പോൾ എന്നെ വിളിച്ച് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാപ്പായിട്ട് പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ വാപ്പ പറഞ്ഞത്. അത്രയും നാളില്ലാത്ത പകൽ സമയത്തൊന്നും നമ്മളങ്ങനെ നിന്ന് ചെയ്യുന്ന സാധനമല്ല. രാത്രിയായപ്പോൾ ആളുകളും ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് അത് ചെയ്തു, മറ്റുള്ളവരെ പോയി ചെയ്തു, എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി വാപ്പ പറയുന്നത് ശരിക്കൊരു പോയിൻ്റാണ്. അപ്പോൾ അവർ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. അത് പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വാപ്പ പറഞ്ഞു എന്ന് വെച്ചാൽ ഒട്ടും പോകണ്ടെന്നല്ല, എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ പ്രോഗ്രാംസുകളോ ഗ്യാതറിങ്ങുകളോ കല്യാണങ്ങളോ എന്തെങ്കിലും ഇവൻറ്റുകളോ എന്തൊക്കെ പൊക്കോ കുഴപ്പമൊന്നുമില്ല. ഇതൊരു ശീലമാക്കിയാൽ ജീവിതം വഴിതെറ്റി പോകട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അത് വലിയൊരു മെസ്സേജാണ്. അപ്പം എനിക്ക് ഓർമ്മ വരുന്നൊരു കഥ, ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ഉപ്പ പറഞ്ഞ ആകെ ഒരു ഉപദേശം, എൻ്റെ കൺമുന്നിൽ വളരുന്ന ബഷീർ നല്ല കുട്ടിയാവാൻ വളരെ ഈസിയാണ്. നീ പോകുന്നത് ദുബായ് പോലത്തെ ഒരു നഗരത്തിലേക്കാണ്. ആരും കൺട്രോൾ ചെയ്യാനില്ലാതെ നീ നല്ല കുട്ടിയായി വളരുന്നതിലാണ് നീ നിൻ്റെ സാമർത്ഥ്യം തെളിയിക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഉപ്പ ഉമ്മ എന്നുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളെ കുട്ടികളോട് നിങ്ങളെ മാതാപിതാക്കളെ കഥ പറയാറുണ്ടോ ഇവിടെ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ? അത് ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിലെ ഒരു സബ്ജക്റ്റ് തന്നെ പബ്ലിക് സ്പീക്കിങ്ങാണ്. അപ്പോൾ ഞാൻ ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ഇഷ്ട വിഷയങ്ങൾ സംസാരിപ്പിക്കും, അവരെ കൊണ്ട് സ്റ്റോറികൾ പറയിപ്പിക്കും. അപ്പോൾ അതിലൊരു സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട ടീച്ചറിനെ പറ്റി ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു. വേറെ ഒരു ദിവസം ഞാൻ കൊടുത്ത സബ്ജക്റ്റ് നിങ്ങളുടെ പാരൻസായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ഇമോഷണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു. മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്. സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അപ്പോഴും രസവതല്ല, ഒരു 60%-70% കുട്ടികൾക്ക് അത് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള. ബാക്കി 30% കുട്ടികൾക്കും അത് ആലോചിച്ചിട്ട് പോലും കിട്ടില്ല. സ്വന്തം ഉമ്മയും വാപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആ കുട്ടികൾക്ക് അതുപോലും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരി പറഞ്ഞാൽ. പക്ഷെ അതിൽ 1-2 കുട്ടി പറഞ്ഞ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞൊരു സ്റ്റോറി, ഈ കുട്ടി നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടി നാട്ടിൽ കൊണ്ടുപോയി. ഓക്കെ. അപ്പോൾ കൊണ്ടുപോയിട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു മാസം നാട്ടിലുണ്ടായപ്പോൾ ഈ സ്കൂട്ടിയായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ ഓടിച്ചു കിടക്കും. അപ്പോൾ അവർ അവിടെ വലിയൊരു ഇറക്കവും വലിയൊരു കയറ്റമൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലമാണ്, അങ്ങനത്തെ വടക്കായിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ എപ്പോഴും പാരൻസ് പറയും സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് പക്ഷേ ഒരു കാരണവശാലും നീ അങ്ങോട്ട് പോവേട്ടോ എന്ന് പറയും. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവൻ പോവും അങ്ങോട്ടൊക്കെ.
എന്നിട്ട് പാരൻസ് ചോദിക്കുമ്പോൾ പറയും ഇല്ല പോയില്ല എന്ന് പറയും. അപ്പോൾ ഇത് ഇവൻ തന്നെ പറയുന്ന സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ സ്കൂട്ടിയായിട്ട് ഇവന് പിന്നെ ഈ ഇറക്കം നല്ല സ്പീഡിൽ വിട്ട് 1-2 ഫ്രണ്ട്സിനെ കിട്ടി അവനിക്ക്. അപ്പോൾ അവർ സൈക്കിളിൽ കയറുന്ന ഇവന് സ്കൂട്ടിയും കാണണം. ഇത് എവിടെയോ ഒരു കല്ലും കണ്ട് എവിടെ കണ്ടുണ്ടായിരുന്നു, അതുമ്പോൾ തട്ടിട്ട് നേരെ തെറിച്ച് വീണ് ഭയങ്കരമായിട്ട് ബ്ലഡ് വന്ന് മൊത്തം ഇഞ്ചുറി ആയി, സീനായി.